പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഇൻ്റർപ്രറ്റേഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള നിലയിൽ ഉള്ള ചർച്ചകൾ വളരെ വിശദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് VD സതീശന് കൊടുക്കണം എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. പല മാധ്യമങ്ങളും ആ ചർച്ചകളുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശനെ ലീഡർ എന്ന് വിളിക്കുന്നുണ്ട്, ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നുണ്ട്. മുൻ അന്തരിച്ച കോൺഗ്രസ് നേതാവായിട്ടുള്ള കരുണാകരനെ ലീഡർ എന്നാണല്ലോ കൊടുത്തില്ല, പുതിയ ലീഡർ എന്ന് താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ മെച്ചപ്പെട്ട വിജയത്തിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് പോകേണ്ടത് എന്നത് സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷം വിജയിക്കുമ്പോൾ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവിലേക്ക് പോകാറുണ്ട്. അതൊരു വസ്തുതയാണ്. കാരണം പ്രതിപക്ഷത്തിനെ നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണല്ലോ. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകി ആ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുന്നണി പോരാളിയും പടയാളിയുമായി നിൽക്കുക പ്രതിപക്ഷ നേതാവായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും വിജയിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനാണ് ക്രെഡിറ്റ് എന്നുള്ളത് ഒരു കീഴ്വഴക്കമാണ്, ഒരു കീഴ്വഴക്കം. എന്നാൽ ഇപ്പോൾ ആ കീഴ്വഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല VD സതീശന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് VD സതീശന് കരുതി കൂട്ടി കൊടുക്കുന്നതിന് പല കേന്ദ്രങ്ങളിൽ നിന്നും വളരെ ആവേശകരമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൊരു ചവിട്ടുപടിയാണ് എന്ന് സൂചിപ്പിക്കുന്ന നിലയിലുള്ള പ്രചരണങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ബോധപൂർവമായി നടത്തുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF നേടിയ 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് കൊടുക്കാൻ കഴിയുമോ? ഈ ചോദ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരല്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുമ്പോൾ. സാധാരണ നിലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മുന്നണി പോരാളിയായി മുന്നണി പടയാളിയായി നിൽക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആദ്യാവസാനം നേതൃത്വം നൽകുകയും ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരാൾ പ്രതിപക്ഷ നേതാവായിരിക്കും, നമുക്കറിയാം. അത് പ്രത്യേകിച്ച് UDFൻ്റെ ഭാഗത്തുനിന്ന്. LDFൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ അങ്ങനെയൊന്നുമില്ല. LDFൻ്റെ ഭാഗത്തുനിന്ന് പാർട്ടി സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാം, അതൊരു കേഡർ പാർട്ടി ആവേണ്ട ആ നിലയിൽ. പക്ഷേ UDF ആണെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കും, ആവണമല്ലോ. എന്നാൽ ഇത്തവണ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് VD സതീശനാണെന്ന് നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? VD സതീശൻ അവിടെ ഉണ്ടായിരുന്നു, VD സതീശൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിൽ പോലും നമ്മൾ ആഴത്തിൽ ഇറങ്ങി പരിശോധിച്ചാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? നമുക്കറിയാം, ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടാൻ തന്നെ കാരണം PV അൻവർ രാജിവെച്ചതാണ്. PV അൻവർ അവിടെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നുള്ളത് നമുക്കറിയാം. UDF LDFും അവിടെ ഈ പറഞ്ഞതുപോലെ മത്സരിക്കുകയായിരുന്നു, നമുക്കറിയാം. കാരണം രണ്ട് മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് വിജയം നിർണായകമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർ വളരെ സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ നടത്തിയത്. സുഹൃത്തുക്കളെ, ആ പ്രവർത്തനത്തിൽ UDFൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനത്തിൽ ഒരു മുന്നണി പോരാളിയായി മുന്നണി പടയാളിയായി VD സതീശൻ നിൽക്കുകയായിരുന്നോ, അതോ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDFന് ഒരുപാട് വീഴ്ചകൾ സമ്മാനിച്ച വിവാദങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നോ VD സതീശൻ ചെയ്തത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് സുഹൃത്തുക്കളെ.
നമ്മൾ ആ നിലയിൽ ആലോചിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു വിഷയം എന്താ? ഈ തെരഞ്ഞെടുപ്പിന് കാരണമായത് PV അൻവർ തൻ്റെ MLA സ്ഥാനം, നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടാണല്ലോ. അതിൽ തർക്കമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത് തന്നെ UDF ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമല്ലേ? കാരണം 9 വർഷക്കാലമായി LDF നിൽക്കുന്ന ഒരു MLA ആ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് LDF-നെതിരായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് UDF വലിയൊരു അഡ്വാൻറ്റേജ് ആവേണ്ടതല്ലേ? ഒന്നാമത്തെ കാര്യം. അപ്പം സ്വാഭാവികമായും ആ നിലയിൽ അത് UDF അനുകൂലമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണായുധമായി മാറുന്നതിനു പകരം അൻവറുമായി ബന്ധപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF വീഴ്ചയുണ്ടാക്കുന്ന ഒരു പ്രചരണായുധമായി മാറുകയല്ലേ ശരിക്കും നിലമ്പൂരിൽ ഉണ്ടായത്? സ്വാഭാവികമായും അൻവർ LDF നിന്ന് രാജിവെച്ച് പുറത്തു വന്നു. LDF-നെതിരായിട്ട് ശക്തമായ പ്രചരണ രംഗത്ത് നിൽക്കുമ്പോൾ PV അൻവറിനെ UDF നിർത്തി LDF-നെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിലും സ്വാഭാവികമായും ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ തൻ്റെ താൻ പ്രമാണിത്വവും താൻ പോരുമയും അഹങ്കാരവും കൊണ്ട് PV അൻവറിനെ UDF എടുക്കാത്തതിൻ്റെ ഭാഗമായി അത് അവിടെ വലിയൊരു ചർച്ചയാവുകയും അത് UDF വലിയ വീഴ്ചയാവുകയും അല്ലേ അവിടെ ചെയ്തത്? അല്ലേ? അത് യഥാർത്ഥത്തിൽ LDF അനുകൂലമാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലായിരുന്നു. അപ്പോൾ LDF അനുകൂലമാകേണ്ടിയിരുന്നൊരു ഘടകത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തന്നെ UDF വീഴ്ച ഉണ്ടാക്കുന്ന ഒരു ഘടകമാക്കി മാറ്റിയതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ് VD സതീശനല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താ? വെൽഫെയർ പാർട്ടി അവിടെ UDF പിന്തുണ നൽകി. സ്വാഭാവികമായും വെൽഫെയർ പാർട്ടി UDF പിന്തുണ നൽകുമ്പോൾ അത് UDF പലരും തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്തുണ നൽകും. അത് ഇത്ര വലിയ കാര്യമാകേണ്ട കാര്യം എന്താ? അതിനപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു നേതാക്കന്മാരൊക്കെ അത് തള്ളിക്കളഞ്ഞപ്പോൾ വെൽഫെയർ പാർട്ടിയെയും വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും വെള്ളപൂശുന്ന നിലയിൽ സതീശൻ നിരന്തരമായി നടത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ UDF വലിയ തിരിച്ചടി അവിടെ ഉണ്ടാകില്ലായിരുന്നു ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുരാഷ്ട്രവാദം തള്ളിക്കളഞ്ഞു എന്നുള്ള VD സതീശൻ്റെ പ്രസ്താവന, അതിനുശേഷം VD സതീശൻ മലയാള മനോരമയുടെ നേരെ ചൊവ്വേ എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ചെന്ന് വീണ്ടും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയെയും വെള്ളപൂശിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് UDF തിരിച്ചടി ഉണ്ടാക്കുന്ന വിവാദ വിഷയങ്ങൾ എടുത്ത് ഉയർത്തുകയായിരുന്നില്ലേ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ചെയ്തത്? അപ്പോൾ VD സതീശൻ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുക? തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF മുന്നണി പോരാളിയായി നിന്ന് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകി UDF വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ഉത്തരവാദിത്വവും ബാധ്യതയും ചുമതലയുമുള്ള VD സതീശൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് UDF തിരിച്ചടിയാകുന്ന വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കുകയല്ലേ ചെയ്തത്? യഥാർത്ഥത്തിൽ UDF ഭൂരിപക്ഷം കുറയ്ക്കുകയല്ലായിരുന്നു അതിനകത്തൂടെ പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് VD സതീശൻ എടുക്കാൻ കഴിയുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് സാമാന്യം മെച്ചപ്പെട്ട 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സുഹൃത്തുക്കളെ? നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ച് നോക്കി. VD സതീശൻ്റെ പ്രവർത്തനം കൊണ്ടാണോ ആണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല എന്നുള്ളതാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായിട്ടുള്ള വലിയ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1ഉം 2ഉം ഉത്തരവാദികളാണ് ഞാൻ ആരാണെന്ന് ഇനി ഇവിടെ പറയാൻ. അതിൽ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഈ വലിയ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് എന്ന് നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ പറ്റും. മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കി എടുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഇതിനു മുമ്പ് പല അവസരങ്ങളിലും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ആയിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ട്. ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവ്.
ആ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദും മുസ്ലിം ലീഗുമായിട്ട് മലപ്പുറത്ത് പിന്നെ ആർക്കാണ് പ്രാധാന്യം എന്നുള്ളത് സംബന്ധിച്ചിട്ട് വലിയ വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരുപക്ഷെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ, പതിറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ സ്വന്തം സ്ഥാനാർത്ഥിയായി കണ്ട് മുസ്ലിം ലീഗ് അവിടെ താഴെത്തട്ട് മുതൽ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനമല്ലേ യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് പറയാൻ കഴിയും. അവിടെ അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ എന്താ കാണിക്കുന്നത്? 2006 കുറ്റിപ്പുറത്തെ തെരഞ്ഞെടുപ്പിലാണ് കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെടുന്നത്. കുഞ്ഞാലിക്കുട്ടി ആദ്യമായി പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കുറ്റിപ്പുറത്തെ തെരഞ്ഞെടുപ്പ്. 2006 KT ജലീലിനെതിരെ മത്സരിച്ചു. അന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ആദ്യമായി വീട് കയറി ഇറങ്ങുന്നത്. അന്ന് പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റു. 2006 കുറ്റിപ്പുറത്ത് വീട് കയറി ഇറങ്ങിയ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ 2025 ഈ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് വീണ്ടും വീട് കയറി ഇറങ്ങിയത്. 19 വർഷങ്ങൾക്ക് ശേഷം ലീഗ് ഈ തെരഞ്ഞെടുപ്പിനെ എത്ര ഗൗരവത്തോടുകൂടിയാണ് കണ്ടത് എന്നുള്ളതിന് തെളിവാണ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സമുന്നത നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി 3 ദിവസമാണ് അവിടെ വീട് കയറിയത്. 3 ദിവസം. അതിനെക്കുറിച്ച് അത് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കൂടുതൽ ബൂത്തുകളുള്ള വഴിക്കടവ് പഞ്ചായത്തിന് 2ആയി തിരിച്ച് 2 MLA-മാർക്ക് ചുമതല നൽകി. അതാണ് ഏറ്റവും വലിയ പഞ്ചായത്ത്. 2ആയിട്ട് തിരിച്ച് 2 MLA-മാർക്ക് ചുമതല നൽകി. മറ്റു പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും ഓരോ MLA-മാരെ ഏൽപ്പിച്ചു. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾക്ക് ചുമതല കൊടുത്തു. ആലോചിച്ച് നോക്ക്. 2 ഘട്ട പ്രചരണം കഴിഞ്ഞപ്പോൾ ലീഗ് നടത്തിയ സ്പെഷ്യൽ ഓപ്പറേഷൻ പ്രചരണത്തിലെ വിള്ളലടയ്ക്കാൻ സഹായിച്ചു. നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാലിൻ്റെ നേതൃത്വത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ലീഗ് ബൂത്ത് ഭാരവാഹികളുടെ യോഗം വിളിച്ചു. മുസ്ലിം മുന്നണികളിലെയും കോൺഗ്രസിലെയും ഒക്കെ വിവിധ പ്രശ്നങ്ങൾ പ്രചാരണത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അവർ വിശദീകരിച്ചു. ഇവ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളെ അറിയിച്ചതോടെ പ്രശ്നപരിഹാരമായി. ആര്യാടൻ മുഹമ്മദിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും പഴയ ചില പ്രസ്താവനകൾ ഉപയോഗിച്ച് ലീഗ് അണികളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എതിരാളികൾ ശ്രമിച്ചെങ്കിലും ഏശിയില്ല. പാണക്കാട് തങ്ങൾ കുടുംബത്തിനുള്ള പ്രധാന നേതാക്കൾക്ക് പുറമേ ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞെത്തിയ സാദിഖ് അലി തങ്ങളും പ്രചരണത്തിന് സജീവമായി. ലീഗ് പ്രവർത്തകർക്കൊപ്പം മുന്നണിക്കും ഇത് ഊർജ്ജമായി. ഇത് വളരെ ക്ലിയർ അല്ലേ? മുസ്ലിം ലീഗ് ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വെച്ച് ഏറ്റവും സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. 2 ടേമായി അധികാരത്തിൻ്റെ പുറത്ത് നിൽക്കുക മുസ്ലിം ലീഗ്. 2 ടേം ഒരിക്കലും അധികാരത്തിൻ്റെ പുറത്ത് മുസ്ലിം ലീഗ് പതിറ്റാണ്ടുകളായി നിന്നിട്ടില്ല. 2 ടേം അധികാരത്തിൻ്റെ പുറത്ത് നിന്നപ്പോൾ തന്നെ ആ പാർട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് അടുത്ത തവണ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് അടിത്തട്ടിൽ പോലും ചെന്ന് കുഞ്ഞാലിക്കുട്ടി പോലും വീട് കയറി ഇറങ്ങി ഇത്ര സജീവമായിട്ടുള്ളൊരു പ്രവർത്തനം അവിടെ നടത്തിയത്. അതുകൊണ്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആ വിജയത്തിൽ ഒന്നാമത്തെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്കാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി രണ്ടാമത്തെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? അതും കൂടെ നമ്മൾ കാണണം. രണ്ടാമത്തെ ക്രെഡിറ്റ് പോലും VD സതീശനുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ സംഘടനയിൽ കോൺഗ്രസ് സംഘടനയിൽ അവിടെ സജീവമായിട്ടുള്ള ശക്തിയായിട്ടുള്ളത് കോൺഗ്രസിലെ A ഗ്രൂപ്പുകാരാണ്. അവിടെ ജില്ലാ പ്രസിഡന്റായിട്ടിരിക്കുന്ന VS ജോയി ഈ പറയുന്ന പോലെ KC വേണുഗോപാലിൻ്റെയൊക്കെ ഒരു പ്രതിനിധിയാണെന്ന് വേണേൽ പറയാമെങ്കിലും മലപ്പുറം ജില്ലയിൽ സജീവ സാന്നിധ്യം കോൺഗ്രസിലെ പ്രബലമായിട്ടുള്ള A ഗ്രൂപ്പിനാണ്. A ഗ്രൂപ്പിൻ്റെ എല്ലാ സമുന്നത നേതാക്കന്മാരും ബെന്നി മോഹനാനും KC ജോസഫൊക്കെ ഉൾപ്പെടെ ഉള്ള സമുന്നത നേതാക്കന്മാർ ഒരു 10-15 ദിവസക്കാലം അവിടെ അടിത്തട്ടിൽ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ റീലിട്ടും പിന്നെ ആളുകളെ കാണിച്ചും ബൈക്കിൻ്റെ പുറകിൽ ആളെ കയറ്റിയിരുത്തിയും ജീപ്പിൻ്റെ മുകളിൽ ആളെ കയറ്റിയിരുത്തിയും എന്നല്ല അവർ പ്രചരണം നടത്തി. അവർ വീടാന്തരം കയറി ഇറങ്ങി A ഗ്രൂപ്പ് അവിടെ പ്രചരണം നടത്തി. അപ്പോൾ മലപ്പുറത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ 2ാം സ്ഥാനം അതിൻ്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലുമാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് A ഗ്രൂപ്പിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 2 സ്ഥാനക്കാരുണ്ടല്ലോ, അവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണം ക്രെഡിറ്റിന് വേണ്ടിയായിരുന്നില്ല. അവരാ പ്രചരണം നടത്തിയത് UDFൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. അവരാ പ്രചരണം നടത്തിയത്
പിണറായി വിജയൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടായിരുന്നു അവരാ പ്രചരണം സജീവമായി നടത്തിയത്. 2026 മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടുത്ത തവണ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗും എ ഗ്രൂപ്പും ഒന്നും ഈ പറഞ്ഞ പോലെ തങ്ങളാണ് ഈ വിജയത്തിൻ്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് പ്രചരണം നടത്താറ്. പക്ഷേ രാഷ്ട്രീയത്തിലുള്ള അല്പന്മാരായിട്ടുള്ള ചില നേതാക്കന്മാരുണ്ട്, മീനായിട്ടുള്ള ചില നേതാക്കന്മാരുണ്ട്. അവർക്ക് ഇത് അവരുടെ ക്രെഡിറ്റായിട്ട് എടുത്ത് പോക്കറ്റിലിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി ഒരു സീറ്റ് പിടിച്ചെടുത്തെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചവിട്ടുപിടിക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക എന്നുള്ള അല്പത്തരം മുഖമുദ്രയാക്കി വെച്ചിട്ടുള്ള ചില നേതാക്കന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് അയാൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വിധേയത്തിൽ ഒരു പങ്കും, ഒന്നും രണ്ടും സ്ഥാനം അയാൾക്കില്ല എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. രണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അയാൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങളും ആശങ്കകളുമാണ് UDF-ന് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഈ തെരഞ്ഞെടുപ്പ് ഷൗക്കത്തിൻ്റെ ഈ 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റിന് അർഹത മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ മലപ്പുറത്തെ ഏറ്റവും വലിയ പാർട്ടിക്കാണ്. രണ്ടാം സ്ഥാനത്തെ അർഹത എന്ന് പറയുന്നത് നിശബ്ദമായി അവിടെ 10-15 ദിവസക്കാലം പ്രചരണം നടത്തിയ എ ഗ്രൂപ്പിനും അതിൻ്റെ സംസ്ഥാനതല നേതാക്കന്മാർക്കുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.